സെയ്ഫ് അലി ഖാനെ കുത്താൻ ഉപയോഗിച്ച കത്തിയുടെ ഒരു ഭാഗം കണ്ടെത്തി. നടന്റെ ബാന്ദ്രയിലെ വസതിക്ക് സമീപമുള്ള തടാകത്തിനോട് ചേർന്ന ട്രെഞ്ചിൽ നിന്നാണ് കത്തിയുടെ ഒരു ഭാഗം കണ്ടെടുത്തത്. സെയ്ഫ് അലി ഖാന്റെ ബാന്ദ്രയിലെ വസതിയിൽ നിന്നും ഏതാണ്ട് 1 കിലോമീറ്റർ മാത്രം അകലെ നിന്നാണ് കത്തിയുടെ ഭാഗം കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം പോലീസ് പ്രതി മുഹമ്മദ് ഷെരീഫുളിനെ തടാകത്തിന് സമീപത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. അരമണിക്കൂറോളമാണ് പോലീസ് പ്രതിയുമായി ഇവിടെ ചെലവഴിച്ചത്. ഏതാണ്ട് 2.5 ഇഞ്ച് നീളമുള്ള കത്തിയുടെ ഒരു ഭാഗം സെയ്ഫ് അലി ഖാന്റെ ശരീരത്തിൽ നിന്നും നേരത്തെ പുറത്തെടുത്തിരുന്നു. ശസ്ത്രക്രിയയിലൂടെയാണ് ലീലാവതി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഈ ഭാഗം പുറത്തെടുത്തത്. ഇതിനിടെ വോർലിയിലെ ബാർബർ ഷോപ്പ് ഉടമയെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു. സെയ്ഫ് അലി ഖാനെ ആക്രമിച്ചതിന് ശേഷം പ്രതി ബാർബർ ഷോപ്പിലെത്തി മുടി മുറിച്ചിരുന്നു. രൂപമാറ്റം വരുത്തുന്നതിന് വേണ്ടിയായിരുന്നു പ്രതി ഇവിടെയെത്തി മുടി മുറിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ഇതിനിടെ സെയ്ഫ് വേഗം ആശുപത്രി വിട്ടതിൽ ശിവസേന നേതാവ് സഞ്ജയ് നിരൂപം സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഗുരുതര പരിക്കേറ്റയാൾ പെട്ടെന്ന് എങ്ങനെ ആശുപത്രി വിടുമെന്നും നടന്നു വീട്ടിലേക്ക് കയറുമെന്നും ഒട്ടേറെ പേർ ചോദിക്കുന്നു. നട്ടെല്ലിനെ പരിക്കേറ്റ് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ഒരാൾ എങ്ങനെ പെട്ടെന്ന് സുഖം പ്രാപിച്ചു? എല്ലാവരെയും കൈവീശി കാണിച്ച് ആരോഗ്യവാനായാണ് അദ്ദേഹം വീട്ടിലേക്ക് കയറിപ്പോയത്. കുടുംബം ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആത്മവിശ്വാസത്തോടെ ജീവിതത്തിലേക്ക് നടന്നു കയറിയ സെയ്ഫിനെ പ്രശംസിക്കുന്നവരുമുണ്ട്. 2025 ജനുവരി 16 സെയ്ഫ് അലി ഖാനെ മുംബൈ ബാന്ദ്രയിലെ വീട്ടിൽ വെച്ച് കുത്തേറ്റത്. പുലർച്ചെ നടന്റെ ബാന്ദ്ര വീട്ടിലെത്തിയ അക്രമി അദ്ദേഹത്തെ 6 തവണ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. സംഭവത്തിൽ പ്രതിയെ പിന്നീട് മുംബൈ പോലീസ് പിടികൂടിയിട്ടുണ്ട്. മുഹമ്മദ് ഷെരീഫുൾ ഇസ്ലാം എന്ന ബംഗ്ലാദേശ് സ്വദേശിയായ ഇയാൾ വിജയ് ദാസ് എന്ന പേരിലാണ് ഇന്ത്യയിലേക്ക് കടന്നത്. ഇയാൾ നടന്റെ ഇളയ മകൻ ജയ്ഹിനെ തട്ടിക്കൊണ്ടുപോകാൻ വന്നതാണോ എന്ന സംശയമാണ് പോലീസിനുള്ളത്.